ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇൻഡോ ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ ഒരു രസകരമായ കഥയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കഥയുടെ പേര് മോത്തി ദ ബേബി എലിഫന്റ്. നോക്കൂ, മോത്തി ദ ബേബി എലിഫന്റ്. മോത്തി എന്നത് ഒരു പേരാണ്. ആരുടെ പേരാണ്? ദ ബേബി എലിഫന്റ്. ബേബി എലിഫന്റ് ആനക്കുട്ടി, അതായത് മോത്തി എന്ന ഒരാനക്കുട്ടി. ഇതാണ് നമ്മുടെ മോത്തി എന്ന ആനക്കുട്ടി. മോത്തി നിങ്ങളെ പോലെ മിടുക്കനായ ഒരാനക്കുഞ്ഞാണ്. അവന് കളിക്കാനും പാട്ടുപാടാനും പെയിന്റ് അടിക്കാനുമൊക്കെ വളരെ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ മോത്തിയുടെ സന്തോഷ ലോകത്തേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്, മോത്തി എന്താണ് പറയുന്നത് നോക്കൂ. ഐ ആം മോത്തി. ഐ ഞാൻ, ആം ആണ്. മോത്തി ഞാൻ മോത്തിയാണ്. മോത്തി അവനെ നമുക്ക് എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്, അതുപോലെ കൂട്ടുകാർ എങ്ങനെയാണ് സ്വയം പരിചയപ്പെടുത്തുക? അയാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് പറയുക. ഓക്കെ, പിന്നീട് എന്താണ് മോത്തി പറയുന്നത്? ഐ എനിക്ക്, ഹാവ് ഉണ്ട്, എ ഒരു ഫ്രണ്ട് സുഹൃത്ത്. എനിക്ക് ഒരു സുഹൃത്തുണ്ട്. ആരാണ് അവന്റെ സുഹൃത്ത്? ഹി അവൻ, ഈസ് ആണ്, എ ഒരു പേരറ്റ് തത്ത. അവൻ ഒരു തത്തയാണ്. കൂട്ടുകാർക്ക് ഇവിടെ കാണാം, ഇതാ അവന്റെ തലയിൽ ഇരിക്കുന്നു. ഈ തത്തയാണ് മോത്തിയുടെ സുഹൃത്ത്. കൂട്ടുകാർക്കും അങ്ങനെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടല്ലോ. യെസ്, നോക്കൂ. ഐ എനിക്ക്, ഹാവ് ഉണ്ട്, എ ഒരു ബോൾ. ഐ ഹാവ് എ ബോൾ. എനിക്ക് ഒരു ബോൾ ഉണ്ട്. നോക്കൂ, മോത്തിയുടെ ബോൾ നോക്കൂ. യെസ്, മനോഹരമായ ഒരു ബോൾ. എന്നിട്ട് മോത്തി നമ്മോട് പറയുന്നു നോക്കൂ. ഐ ഞാൻ, ലവ് ഇഷ്ടപ്പെടുന്നു, പ്ലേയിങ് കളിക്കുന്നത്, വിത്ത് കൊണ്ട്, ദ ബോൾ ഞാൻ ബോള് കൊണ്ട് കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. വൺ ഡേ ഒരു ദിവസം, ഐ എനിക്ക് ഗോട്ട് ലഭിച്ചു, എ ഒരു ബിഗ് ബോൾ വലിയ ബോൾ. ഒരു ദിവസം എനിക്ക് ഒരു വലിയ ബോൾ ലഭിച്ചു. നോക്കൂ, ഇതാണ് ആ ബോൾ. എന്നിട്ട് എന്താണ് നമ്മളോട് പറയുന്നത് നോക്കൂ. കളർ ദ ബോൾ പ്ലീസ്. കളർ എന്നാൽ നിറം കൊടുക്കുക. കളർ ദ ബോൾ, ബോളിന് നിറം കൊടുക്കൂ. പ്ലീസ് ദയവായി, ദയവായി ബോളിന് നിറം കൊടുക്കൂ. കൂട്ടുകാർ ഈ ബോളിനെ മനോഹരമാക്കാൻ കളർ ചെയ്യുമല്ലോ. ഐ ഹാവ് എ അംബ്രല്ല. ഐ എനിക്ക്, ഹാവ് ഉണ്ട്, ഏൻ ഒരു അംബ്രല്ല കുട. എനിക്ക് ഒരു കുടയുണ്ട്. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ മോത്തിയുടെ മനോഹരമായ കുട. ഐ ഞാൻ, ലൈക്ക് ഇഷ്ടപ്പെടുന്നു, ഇറ്റ് അത്. അത് എന്നാൽ കുട. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. മോത്തിക്ക് ഈ കുട വളരെ ഇഷ്ടമാണ്. കൂട്ടുകാർക്കും ഇതുപോലുള്ള മനോഹരമായ കളർ കുടകൾ ഉണ്ടല്ലോ. നോക്കൂ, ഐ ഞാൻ, പ്ലേ. പ്ലേ എന്നാൽ കളിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ അർത്ഥം വായിക്കുക എന്നാണ് അർത്ഥം. ഐ പ്ലേ ഞാൻ വായിക്കുന്നു. എന്താണ് കൂട്ടുകാരെ വായിക്കുന്നത്? ദ ഗിറ്റാർ. ഗിറ്റാർ എന്നാൽ ഒരു സംഗീത ഉപകരണമാണ്. കൂട്ടുകാർക്ക് കാണാം, ഇതാണ് ഗിറ്റാർ. ഇത് സംഗീത ഉപകരണമാണ്. ഐ പ്ലേ ഞാൻ വായിക്കുന്നു, ദ ഗിറ്റാർ ഞാൻ ഗിറ്റാർ വായിക്കുന്നു. അതായത് നമ്മുടെ കൊച്ചു മോത്തിക്ക് ഗിറ്റാർ വായിക്കാനും ഇഷ്ടമാണ്. കൂട്ടുകാർ ഗിറ്റാർ വായിക്കാറുണ്ടോ? മാത്രമല്ല ഐ ഞാൻ, സിംഗ് പാടുന്നു, സോങ്സ് പാട്ടുകൾ, ഞാൻ പാട്ടുകൾ പാടുന്നു. നമ്മുടെ കൊച്ചു മോത്തി മനോഹരമായ പാട്ടുകൾ പാടാറുണ്ട്.
നോക്കൂ, ഐ ലൈക്ക് ബെയ്ത്തിങ് ഇൻ കളേഴ്സ്. വാട്ട് എ ഫൺ. ഐ ഞാൻ, ലൈക്ക് ഇഷ്ടപ്പെടുന്നു. എന്താണ് ഇഷ്ടപ്പെടുന്നത്? ബെയ്ത്തിങ്. ബെയ്ത്തിങ് എന്നാൽ കുളിക്കുന്നത്. ഐ ലൈക്ക് ബെയ്ത്തിങ്, ഞാൻ കുളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. എന്തിൽ കുളിക്കുന്നതാണ്? ഇൻ കളേഴ്സ്, നിറങ്ങളിൽ. എനിക്ക് നിറങ്ങളിൽ കുളിക്കാൻ ഇഷ്ടമാണ്. ഇവിടെ അവന് നിറങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയാണ്. വാട്ട് എ ഫൺ. ഫൺ എന്നാൽ രസം. വാട്ട് എ ഫൺ, എന്ത് രസമായിരിക്കും നിറങ്ങളിൽ കുളിച്ച് കളിക്കാൻ. പിന്നീട് എന്താണ് അവൻ പറയുന്നത്? ഐ ക്യാൻ പെയിന്റ് ഓൺ ദ വോൾസ്. ഐ എനിക്ക്, ക്യാൻ കഴിയുന്നു. പെയിന്റ്, പെയിന്റ് എന്നാൽ പെയിന്റ് അടിക്കുക. ഐ ക്യാൻ പെയിന്റ്, എനിക്ക് പെയിന്റ് അടിക്കാൻ കഴിയുന്നു. എവിടെയാണ്? ഓൺ ദ വോൾസ്. വോൾസ് എന്നാൽ ചുമരുകൾ എന്നാണ് അർത്ഥം. എനിക്ക് ചുമരുകളിൽ പെയിന്റ് അടിക്കാൻ കഴിയും. നോക്കൂ കൂട്ടുകാരെ, ഇതാ അവൻ ചുമരിൽ പെയിന്റ് അടിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ പെയിന്റ് അടിക്കുന്നത്? യെസ്, അവന്റെ തുമ്പിക്കൈ കൊണ്ടാണ് പെയിന്റ് അടിക്കുന്നത്. നോക്കൂ, ഫ്ലവേഴ്സ്, സ്വീറ്റ് ഫ്ലവേഴ്സ്. മൈ മദർ ഗേവ് മീ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് പൂക്കൾ. നോക്കൂ, ഇവിടെ പൂക്കൾ കാണാം. സ്വീറ്റ് ഫ്ലവേഴ്സ്. സ്വീറ്റ് എന്നാൽ ഇവിടെ അർത്ഥം സുഗന്ധമുള്ള എന്നാണ് അർത്ഥം. സ്വീറ്റ് ഫ്ലവേഴ്സ്, സുഗന്ധമുള്ള പൂക്കൾ. മൈ മദർ എന്റെ അമ്മ, ഗേവ് നൽകി, മീ എനിക്ക്. എന്താണ് നൽകിയത്? ഫ്ലവേഴ്സ് പൂക്കൾ. എന്റെ അമ്മ എനിക്ക് പൂക്കൾ നൽകി. ആരാണ് മോത്തിക്ക് പൂക്കൾ നൽകിയത്? യെസ്, അവന്റെ അമ്മ. മോത്തിക്ക് പൂക്കളും ഇഷ്ടമാണ്. മോത്തി കളിച്ചു കളിച്ച് തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്താ പറയുന്നത്? ഐ ആം സ്ലീപ്പി. സ്ലീപ്പി എന്നാൽ ഉറക്കം വരുന്നു. ഐ ആം സ്ലീപ്പി, എനിക്ക് ഉറക്കം വരുന്നു. ലെറ്റ് മീ സ്ലീപ്പ്. സ്ലീപ്പ് എന്നാൽ ഉറങ്ങുക. ലെറ്റ് മീ സ്ലീപ്പ്, ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പറയുക? നോക്കൂ, ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. പ്രിയപ്പെട്ടവരെ, ശുഭരാത്രി. മോത്തി ഇപ്പോൾ നമ്മോട് ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാർ ഒരു ഗുഡ് നൈറ്റ് മോത്തിയോടും പറയൂ. യെസ്, ഗുഡ് നൈറ്റ് മോത്തി. മോത്തിയെ പോലെ നമ്മളും സുഹൃത്തുക്കളെ സ്നേഹിക്കണം, കളിക്കണം, നന്നായി പഠിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ ബൈ. സീ യു.